നമ്മളിവിടെ ക്രെഡിറ്റ് കാർഡിൻ്റെയും ലോണിൻ്റെയും ഇഷ്യൂസ് ഇപ്പോഴും അനേകം പേര് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിക്കവറിക്കാർ വിളിക്കുമ്പോൾ അവർ ടോർച്ചർ ചെയ്യുമ്പോൾ നമ്മൾ പേടിച്ച് പോയിട്ട് പേയ്മെൻറ്റ് നടത്തും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈ റിക്കവറിക്കാർക്ക് ഒരു സർട്ടൻ കമ്മീഷൻ പോവും, ബാങ്ക് ബാക്കിയുള്ള പൈസ ഇൻട്രസ്റ്റിലേക്ക് എല്ലാം എടുക്കും. അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ അവർ വീണ്ടും നമ്മുടെ പേരിൽ കേസ് ഓപ്പൺ ചെയ്യും. പക്ഷേ ഈ കാര്യത്തിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പേരിൽ കോർട്ടിൽ കേസ് വന്നു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ എമൗണ്ട് എക്സാക്ട്ലി എന്താണെന്നുള്ളത് കോർട്ടിൽ നിന്ന് നമ്മൾ മുൻകൂട്ടി അറിയണം. അതിനുശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിനെല്ലാം പോകേണ്ടത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ചില വ്യക്തികൾ ടോപ്പപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടോപ്പപ്പ് ചെയ്യുമ്പോൾ ഓൾറെഡി ഫസ്റ്റ് ലോൺ ക്ലോസായി. കാരണം വെച്ചാൽ ടോപ്പപ്പ് ചെയ്ത എമൗണ്ടിൽ നിന്ന് ഒരു സെർട്ടൺ എമൗണ്ട് ടോപ്പപ്പിലേക്ക് പോയി ബാക്കിയുള്ള ബാലൻസാണ് നമുക്ക് തരുന്നത്. പക്ഷെ ബാങ്ക് പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടോപ്പപ്പ് ചെയ്തതിന് ഒരു കേസ് ഓപ്പൺ ചെയ്യും. ആ പേയ്മെൻറ്റ് കിട്ടി കഴിയുമ്പോൾ ബാക്കിയുള്ള എമൗണ്ടിന് വീണ്ടും ഒരു കേസ് ഓപ്പൺ ചെയ്യും. അപ്പോൾ പലർക്കും രണ്ട് കേസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ടോപ്പപ്പ് ചെയ്ത ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് ഒരു ലോ ഫേമിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം, ഞാനൊരു ലോൺ എടുത്തിരുന്നു, പിന്നീട് അത് ടോപ്പപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതായിരുന്നു എൻ്റെ പിന്നത്തെ ബാലൻസ്, അല്ലെങ്കിൽ ഇത്ര രൂപയാണ് നമുക്ക് കിട്ടിയിരുന്നെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവർക്കറിയില്ല ഇത് ടോപ്പപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നീട് ഒരു കേസ് വരാനുള്ള 100% സാധ്യതകളുള്ളതുകൊണ്ട് ഈ പോയിന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പലർക്കും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്കിൽ പൈസ അടയ്ക്കുമ്പോൾ ഒരു പക്ഷേ ബാങ്ക് നമുക്ക് ഒരു കേസ് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നിട്ട് പിന്നെയും നമ്മൾ ബാങ്കിന് പൈസ അടച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഓപ്പൺ ചെയ്ത കേസിൽ ഈ അടച്ച പൈസ റിഫ്ലക്റ്റ് ആവില്ല. അപ്പോൾ മുൻകൂട്ടി വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ ലോണിൻ്റെ കേസുകൾ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നീങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.